ഇന്നത്തെ വീഡിയോ ഒരു ബുക്ക് ഹാളാണ്. ഈ എല്ലാ ബുക്സും ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ സ്റ്റോറിൻ്റെ പേര് bookskharido.com. സോ ലെറ്റ് സീ ഹൗ ദ ബുക്സ് ആ. പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണോ. ഇതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ബുക്ക് മാർക്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബുക്ക് മാർക്സ് 3 നല്ല ക്യൂട്ട് ബുക്ക് മാർക്സ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ബുക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, ലോറൻ ആഷറിൻ്റെ. വേറൊന്ന് ഫൈനൽ ഓഫ് ലോറൻ ആഷറിൻ്റെ. ഈ 2 ബുക്കും ഒരു ബുക്ക് സീരീസിൻ്റെ പാർട്ടാണ്. ഓക്കെ, ആ ബുക്ക് സീരീസ് വന്നിട്ട് ഡ്രീം ലാൻഡ് ബില്ലിയനെയർ സീരീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ വെരി ഫേമസ് സീരീസ്. ഇപ്പോൾ ബുക്സൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും കേട്ടിരിക്കും ഈ സീരീസിനെ കുറിച്ചിട്ട്. അത്രയും നല്ല ഫേമസ് ആണ്. അത്യാവശ്യം ടിക്ടോക്കിലും പിൻട്രസ്റ്റിലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് വായിക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഫസ്റ്റ് ബുക്ക് ഈ ബേസിക്കലി ഇതിൻ്റെ ഫുൾ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഡ്രീം ലാൻഡ് എന്ന് പറയുന്ന ഒരു ഡിസ്നി ലാൻഡ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഓക്കെ, അവർക്ക് ഈ അമ്യൂസ്മെൻറ്റ് പാർക്സ് ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ബില്ലിനെയർ സെറ്റപ്പിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഗ്രാൻഡ് ഫാദറാണ് ഈ ഫുൾ ഡ്രീം ലാൻഡിൻ്റെ ഓണർ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ മരണശേഷം ഓരോ ബ്രദേഴ്സിനും, ഇവർ 3 ബ്രദേഴ്സാണ്. അപ്പോൾ ഓരോ ബ്രദേഴ്സിനും ഓരോ ലെറ്റർ കിട്ടും. സോ അത് ആക്ച്വലി ഗ്രാൻഡ് ഫാദറിൻ്റെ വില്ലായിരിക്കും. അപ്പോൾ ഓരോ ബ്രദറിന് കിട്ടുന്ന ലെറ്റേഴ്സിൽ ഓരോ ടാസ്ക് ഉണ്ടാവും. സോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഇവരുടെ ഇൻഹെറിറ്റൻസ് കിട്ടുള്ളൂ. അതായത് ഇവരുടെ കമ്പനിയിലുള്ള ഇവരുടെ ഷെയർ കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബുക്ക് വന്നിട്ട് ദ ഫൈൻ പ്രിൻറ്റ്. ഇത് ആക്ച്വലി ഇതിലെ ഏറ്റവും താഴെയുള്ള അനിയൻ റോവൻ കെയ്ൻ, ആളുടെ സ്റ്റോറിയാണ്. അപ്പോൾ ആൾക്ക് കിട്ടിയിരുന്ന ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ആൾക്ക് ഡ്രീം ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്നി ലാൻഡ് പോലത്തെ ഒരു തീം പാർക്കാണ്. അപ്പോൾ ആ തീം പാർക്കിൽ പോയി അവിടുത്തെ ഡയറക്ടറായി 6 months അവിടുത്തെ ഡയറക്ടറായിട്ട് ഇരിക്കണം. പ്ലസ് ആ തീം പാർക്കിൻ്റെ ഉള്ള അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് കൂടണം. ആൻഡ് സ്പെസിഫിക്കലി ഹി വാണ്ട്സ് ഹിം ടു ബ്രിങ് ദ മാജിക് ഓഫ് ഡ്രീം ലാൻഡ് ബാക്ക്. അതായിരിക്കും റോവൻ്റെ ടാസ്ക്. റോവൻ അവിടെ പോയി അവിടുത്തെ എംപ്ലോയീസ് ആരെന്നെ മീറ്റ് ചെയ്യും, പിന്നെ ആ പാർക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചസും പിന്നെ അവരുടെ ലവ് സ്റ്റോറിയൊക്കെയാണ് ഫസ്റ്റ് ബുക്ക്. ഇപ്പോൾ സെക്കൻഡ് ബുക്ക് ആൻഡ് തേർഡ് ബുക്ക് ഞാനിപ്പോൾ വായിച്ചിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് ബുക്ക് ഇവരുടെ ഓൾഡസ്റ്റ് ബ്രദർ ഡെക്ലനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡെക്ലൻ്റെ ടാസ്ക് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ആൾക്കൊരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവണം. അത്രയും സിമ്പിളാണ് ആളുടെ ടാസ്ക്. ഓക്കെ, അതാണ് ഡെക്ലൻ്റെ ടാസ്ക്. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് ബുക്കിൽ നമുക്ക് ഡെക്ലൻ്റെയും ഡെക്ലൻ്റെ അസിസ്റ്റൻ്റായ ഐറിസിൻ്റെയും ഒരു ചെറിയൊരു ഹിൻറ്റ് കിട്ടും. ബട്ട് ഈ ബുക്കിൽ ഡെക്ലനും ഐറിസിനെയും കുറിച്ചിട്ടാണ് ഈ ബുക്ക്. സോ അവരെങ്ങനെ കല്യാണം കഴിക്കും. നമ്മൾ ഫസ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഡെക്ലനും ഐറിസും അതിൽ ഡെക്ലൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കും ഐറിസ്. ബട്ട് സെക്കൻഡ് ബുക്കിൽ ഇവർ 2 പേരുടെ സ്റ്റോറിയാണ് ഉണ്ടാവുന്നത്. സോ ഹൗ ഐറിസ് എങ്ങനെ ഡെക്ലൻ്റെ വൈഫാവും, അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ സെക്കൻഡ് ബുക്ക് പറയുന്നത്. തേർഡ് ബുക്ക് ഇവരെ നടുക്കത്തെ ബ്രദർ, അതായത് കാലഹൻ കെയ്നെ കുറിച്ചിട്ടുള്ള ബുക്കാണ്. കാലഹൻ കെയ്ൻ്റെ ടാസ്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ബട്ട് അറിയുന്നത് ഇതുവരെ വായിച്ചിട്ടില്ല. ബട്ട് ഇവർക്കൊരു സമ്മർ ഹൗസോ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. ആ പ്രോപ്പർട്ടിയിൽ പോയി ആ പ്രോപ്പർട്ടി സെയിലാക്കണം, അതായിരിക്കും കാലഹൻ്റെ ടാസ്ക്. അങ്ങനെ പക്ഷേ ഈ ബുക്ക് ഈ 2 ബുക്കിനേക്കാളും നല്ല വലിപ്പമുള്ളതാണ്. ഇതിന് ഓൾമോസ്റ്റ് 600 pages ഉണ്ട് ഈ ബുക്ക്. 600 pages ഉള്ള ലവ് സ്റ്റോറി ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ്. പിന്നെ ഇതൊരു സെക്കൻഡ് ചാൻസ് റൊമാൻസ് ആണ്. അപ്പോൾ അതും ഞാൻ ഇതുവരെ വായിക്കാത്തൊരു ട്രോപ്പാണ്. അതുകൊണ്ട് എനിക്കിത് കുറച്ച് എക്സൈറ്റഡ് ആണ്. എനിക്ക് ഫസ്റ്റ് ബുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഒരു 3.5 റീഡ് ആവറേജ് പെർസെൻറ്റേജ് ഉള്ളൂ ഫസ്റ്റ് ബുക്കിന്. അത്ര അങ്ങോട്ട് അടിപൊളിയല്ല. അപ്പോൾ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ബുക്കിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ഞാൻ റിവ്യൂസ് കേട്ടിരിക്കുന്നത്. കുറേ പേർക്ക് ഫസ്റ്റ് ബുക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. എല്ലാവർക്കും സെക്കൻഡ് ആൻഡ് തേർഡ് ബുക്കാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഹാളിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു ബുക്കാണ്, ദ സൈലൻറ്റ് പേഷ്യൻറ്റ്. ഇത് എത്ര ഫേമസ് ആണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ബെസ്റ്റ് ത്രില്ലേഴ്സ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആമസോണിലോ എവിടെയെങ്കിലും ഒരു ബെസ്റ്റ് ത്രില്ലർ ബുക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന സൈലൻറ്റ് പേഷ്യൻ്റ് ആണ്. ആദ്യം വരുന്ന കുറേ ബുക്സിൽ ഈ സൈലൻറ്റ് പേഷ്യൻസ് ഉണ്ട്. ഫസ്റ്റ് സൈലൻറ്റ് പേഷ്യൻ്റ് ആണ് വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ കുറേ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് അടിപൊളി റീഡാണെന്നാണ്. ഇത് ഗുഡ് റീഡ്സിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലും ഞാൻ കുറേ റിവ്യൂസ് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ബുക്ക് വായിക്കാൻ. കാരണം ഞാൻ എപ്പോഴും 2 റൊമാൻസ് ബുക്ക് പിക്ക് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ, നടുക്കൊന്ന് വായിക്കാൻ ഞാൻ എന്തായാലും ഒരു ത്രില്ലർ എടുക്കും. ത്രില്ലറാണ് എൻ്റെ ഫേവറേറ്റ് ജോണർ. അപ്പോൾ ഈ ഏതെങ്കിലും ബുക്കിനെ കുറിച്ചൊരു ഡീറ്റെയിൽ റിവ്യൂ എന്തെങ്കിലും വേണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്, സോ ദാറ്റ് ഐ ക്യാൻ മേക്ക്. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും കേട്ടോ. ബിക്കോസ് എനിക്ക് ബുക്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കമൻറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഞാൻ നല്ല വീഡിയോ ഉണ്ടാക്കും. അപ്പോൾ ശരി, ബൈ.